ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ 9 മക്കളായിരുന്നു. വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് അങ്ങനെ ആ കാര്യമല്ല ഞാനീ പറയുന്നത്. അതായത് അന്ന് ഓരോരുത്തർക്കും ഓരോ ജോലി തരുമായിരുന്നു. എത്ര പഠിത്തം ഉണ്ടെങ്കിലും നമുക്ക് ഓരോരുത്തർ നിർബന്ധമായിട്ട് ആ ഒരു ജോലി ചെയ്യണമായിരുന്നു. അതിപ്പോഴാണ് മനസ്സിലാകുന്നത്. ആ ജോലി എന്നൊക്കെ ചെയ്തത് കൊണ്ടായിരിക്കാം നമുക്ക് ഒരു പക്ഷേ ഇന്നും ദൈവം ഇത്രയുമൊക്കെ ഒരു ആരോഗ്യവും മനസ്സിനൊരു ഇതൊക്കെ തന്നു വിടുന്നത്. ഇന്ന് ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യം, കുട്ടികൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ അവരെ കൊണ്ട് അവർ കുടിച്ച ചായ കുടിക്കുന്ന വലിയ ആൾക്കാരാണെങ്കിൽ ആ ഗ്ലാസ് പോലും കഴിക്കില്ല. കാരണം അയ്യോ അവർ പഠിച്ചോട്ടെ അവരുടെ പഠിത്തമാണല്ലോ വലുത്. ഈ പഠിത്തമൊക്കെ കഴിഞ്ഞ് പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അയ്യോ നമ്മൾ കാണിച്ചൊരു തെറ്റാണല്ലോ, അവരെ എന്തെങ്കിലും ഒന്ന് പഠിപ്പിക്കേണ്ടിയിരുന്നു. പണ്ടൊക്കെ പറയും അന്യ വീട്ടിൽ പോകേണ്ടതാണ്. ഇതിപ്പോൾ നമ്മൾ അത് പറയേണ്ട, അവർ പോവാതിരിക്കുകയോ ചെയ്യട്ടെ. എന്നാൽ പോലും സ്വന്തമായിട്ട് അവരുടെ കാര്യം നോക്കാൻ പോലും കഴിവില്ലാതെ ആയിരിക്കും കുട്ടികൾ പഠിച്ചിറങ്ങുമ്പോഴുമൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണമെന്നല്ല. ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ അവരെ കൊണ്ട് അവരിട്ടുകൊണ്ട് വരുന്ന ഷൂസ്, അവരുടെ ടൈ അതൊക്കെ അതാ സ്ഥാനത്ത് കൊണ്ട് വയ്ക്കാനും ഒക്കെ പഠിപ്പിച്ച് ഓരോ കാര്യവും അവരെ കൊണ്ട് തന്നെ ബുക്ക് ഒക്കെ ടൈം ടേബിൾ അനുസരിച്ച് എടുക്കാനൊക്കെ അവർ തനിയെ ചെയ്യാനായിട്ടുള്ള ഒരു ശീലം കൊടുത്തു കഴിഞ്ഞാൽ വലുതാവുമ്പോഴും അവരുടെ കാര്യങ്ങൾ നോക്കാൻ ഇതാവും. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ അന്യ വീട്ടിൽ പോകുന്ന കുട്ടികളും അതിലുണ്ടാവും. അവിടെ ചെല്ലുമ്പോഴായിരിക്കും അവരുടെ വിഷമം, അയ്യോ ഞാനൊന്നും എനിക്കറിയില്ലല്ലോ. പിന്നെ നല്ല അമ്മായിയമ്മമാരാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ജീവിക്കും. അതല്ലെങ്കിൽ പിന്നെ അത് മതി വഴക്കിനൊക്കെ തുടങ്ങാം. അപ്പോൾ ഈ പറഞ്ഞു വന്നത് എന്തെങ്കിലുമൊക്കെ ഞങ്ങളും ഒക്കെ പണ്ട് പഠിച്ചതാണ്. സത്യം പറഞ്ഞാൽ അരി ആട്ടിയിട്ടുണ്ട്. മറ്റേ സംഭവം ഉണ്ടല്ലോ, നമ്മുടെ ആട്ടുകല്ലിൽ അമ്മിക്കല്ലിൽ ആട്ടുന്നു. അന്ന് മിക്സിങ് ഗ്രൈൻഡറൊന്നും ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ അതൊന്നും വേണ്ട, എല്ലാ സൗകര്യവും ഉണ്ട്. അപ്പോൾ നമ്മുടെ പെൺമക്കളെയും ആൺമക്കളെയും ഒരുപോലെ പറയുകയാണ്, അല്ലാതെ പെൺകുട്ടിയെ മാത്രം പഠിപ്പിക്കണ്ട. എങ്കിൽ അവരുടെ കാര്യം കഷ്ടമാണ്. ആൺകുട്ടികളെയും ഒരുപോലെ നമ്മുടെ വീട്ടുകാര്യങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഇടപെടുത്തുക. എത്ര പഠിത്തമായാലും കിട്ടുന്ന സമയം അപ്പോൾ അവർക്കും ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും.